നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാരകമയക്കുമരുന്നുമായി 3 ഓങ്ങല്ലൂർ സ്വദേശികൾ തൃത്താല എക്സൈസിന്റെ പിടിയിൽ. 4.459 ഗ്രാം മെത്താഫെറ്റമിനുമായി മൂവരും പിടിയിലാത്ത ഞാങ്ങാട്ടിരി കാക്കരാത്തുപടി കമ്പനിപ്പടിയിൽ എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നും ആരാണ് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയതെന്നും അന്വേഷിച്ചു വരികയാണെന്ന് എക്സൈസ് അധികൃതർ. ഒറ്റപ്പാലത്തെ പെട്രോൾ ബോംബ് ആക്രമണം നടത്തി തൊഴിലാളികളെ പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയുമായി ഒറ്റപ്പാലം പോലീസ് തെളിവെടുപ്പ് നടത്തി. റഷ്യൻ പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട പരാതിയിൽ കൊടകര പോലീസ് കേസെടുത്തു. NFSA ഗോഡൌൺ തൊഴിലാളികളുടെ ശമ്പളം അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CATU ആവശ്യമുന്നയിച്ച് പാലക്കാട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ റീജിയണൽ ഓഫീസിലേക്ക് തൊഴിലാളികളുടെ പ്രതിഷേധ മാർച്ച്. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് യൂണിയൻ നേതാക്കൾ. പൂക്കാലത്തിന്റെ വസന്തമൊരുക്കി മലമ്പുഴയിലെ പുഷ്പമേളയ്ക്ക് ജനുവരി 16-ന് തുടക്കമാകും. പുഷ്പമേളയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള ഹൈബ്രിഡ് ഉൾപ്പെടെ 1.5 ലക്ഷത്തോളം ഇനങ്ങൾ. മേള സമാപിക്കുക ജനുവരി 22-ന്. മായന്നൂർ പാലത്തിന് 14ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ജനുവരി 22-ന് സ്നേഹസംഗമം സംഘടിപ്പിക്കുന്ന സംഘാടകർ. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിന് ജനുവരി 17-ന് തുടക്കമാകും. ഇത്തവണ കവിതയുടെ കാർണിവൽ സംഘടിപ്പിക്കുന്നത് 3 ദിവസങ്ങളായി. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഇടം പിടിക്കാതെ പോയ സാംസ്കാരിക സത്വങ്ങളെക്കുറിച്ച് ചർച്ചയ്ക്കും സംവാദത്തിനും വിധേയമാക്കുകയാണ് ഇത്തവണത്തെ കാർണിവൽ ലക്ഷ്യമെന്ന് സംഘാടകർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. റഷ്യൻ പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട പരാതിയിൽ കൊടകര പോലീസ് കേസെടുത്തു. കൂലി പട്ടാളത്തിൽ നിന്നും മോചിതനായ കൊരട്ടി സ്വദേശി സന്തോഷിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തൊഴിൽ തട്ടിപ്പിന് ഇരയാക്കി എന്ന് കാണിച്ചാണ് പരാതി നൽകിയത്. തൃശൂർ സ്വദേശി സുമേഷ് ആന്റണിയെ പ്രതിയാക്കിയാണ് കൊടകര പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി കഴിഞ്ഞ ദിവസം ഉക്രൈൻ റഷ്യ യുദ്ധമുഖത്ത് വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. നേരത്തെ മറ്റൊരു തൃശൂർ സ്വദേശിയും സമാനമായി യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാരക മയക്കുമരുന്നുമായി ഓങ്ങല്ലൂർ സ്വദേശികൾ തൃത്താല എക്സൈസിന്റെ പിടിയിൽ. ഞാങ്ങാട്ടിരി കാക്കരാത്തുപടി കമ്പനിപ്പടിയിൽ വാഹന പരിശോധനയിലാണ് 4.459 ഗ്രാം മെത്താഫെറ്റമിൻ മയക്കുമരുന്നുമായി 3 പേർ പിടിയിലായത്. കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നും ആരാണ് മയക്കുമരുന്ന് എത്തിച്ച് നൽകിയതെന്നും എക്സൈസ് സംഘം അന്വേഷിച്ചു വരികയാണ്. തൃത്താല എക്സൈസിന്റെ നേതൃത്വത്തിൽ ഞാങ്ങാട്ടിരി കാക്കരത്തുപടി കമ്പനിപ്പടിയിൽ നടത്തിയ വാഹന പരിശോധനയിൽ മാരക മയക്കുമരുന്നുമായി ഓങ്ങല്ലൂർ സ്വദേശികളായ 3 പേരാണ് പിടിയിലായത്. വാവത്തങ്ങാടി വീട്ടിൽ മുഹമ്മദ് ഹാരിസ്, കോഴിപ്പുറത്ത് വീട്ടിൽ നൌഷാദ്, കൊർലക്കാട്ടിൽ വീട്ടിൽ മുഹമ്മദ് ഫാഹിസ് എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും 4.459 ഗ്രാം മെത്താഫെറ്റമിൻ മയക്കുമരുന്ന് കണ്ടെത്തി. പ്രതികൾ സഞ്ചരിച്ചിരുന്ന മാരുതി സ്വിഫ്റ്റ് കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മയക്കുമരുന്ന് സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അന്വേഷിച്ച് വരുന്നതായി തൃത്താല എക്സൈസ് ഇൻസ്പെക്ടർ GM മനോജ് കുമാർ പറഞ്ഞു. എക്സൈസ് കമ്മീഷണർ വൈഷു സാറിന്റെ നേതൃത്വത്തിൽ രാത്രികാല വാഹന പരിശോധന കർശനമായതിന്റെ അടിസ്ഥാനത്തിൽ മേഴത്തൂർ കാക്കരാത്തുപടി റോഡിൽ വാഹന പരിശോധന നടത്തിവരവെ KL 52S വാഹനത്തിന്റെ KL 52S 3368 എന്ന വാഹനത്തിൽ 4.459 ഗ്രാം MDMA കടത്തി വന്ന കുറ്റത്തിന് ഈ പ്രതികളായ 3 ആളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. രാത്രികാല ബാക്കി പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യുവാക്കൾക്കിടയിൽ ലഹരി മരുന്നിന്റെ വിതരണം നടത്താൻ ഇവർക്ക് ആരാണ് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയത് എന്നതിനെക്കുറിച്ചും ഊർജിത അന്വേഷണം ആരംഭിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ S സുരേഷ്, ഗ്രേഡ് AEIമാരായ S സിഞ്ചു, G സന്തോഷ് കുമാർ, E ജയരാജ്, പ്രിവന്റീവ് ഓഫീസർമാരായ VP മഹേഷ്, അഹമ്മദ് സുധീർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ P അരുൺ, EV അനീഷ്, ഹരിപ്രസാദ്, C ആരതി, അനുരാജ് എന്നിവരാണ് റെയ്ഡിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. NFSA ഗോഡൌൺ തൊഴിലാളികളുടെ ശമ്പളം അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CATU ആവശ്യമുന്നയിച്ച് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ റീജിയണൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് പരിസരത്തും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രതിഷേധ യോഗം CATU ജില്ലാ വൈസ് പ്രസിഡന്റ് EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വലിയൊരു സമരത്തിലേക്ക് പോവാതെ ഒരു നടപടി സ്വീകരിക്കാനുള്ള തീരുമാനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് RMO ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്.
ഇവിടെ തൊഴിലാളികൾ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. ആ പ്രയാസം ഇല്ലാതാക്കാൻ നിങ്ങൾക്കിപ്പോ ഒരു മാസം ശമ്പളം മുടങ്ങിയാൽ എന്തായിരിക്കും? കേരളം ആളിക്കത്തില്ലേ അല്ലേ? DA മുടങ്ങിയതിനാണല്ലോ നമുക്ക് നല്ല തിരിച്ചു കുത്തിയത് ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പില്. DA കൊടുത്തില്ല പറഞ്ഞിട്ടാണ് കുറെ വോട്ട് അങ്ങോട്ട് പോയത്. സർക്കാർ DA യഥാർത്ഥത്തിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റാണ് ആര്? പിണറായി ഗവൺമെന്റ്, തോമസ് ഐസക്കിന്റെ കാലത്ത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് TM ശശി അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ, യൂണിയൻ ജില്ലാ ട്രഷറർ B വിജയൻ, KT ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെട്രോൾ ബോംബ് ആക്രമണം നടത്തി തൊഴിലാളികളെ പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയുമായി ഒറ്റപ്പാലം പോലീസ് തെളിവെടുപ്പ് നടത്തി. സംഭവശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്ക് നിർത്തിയിട്ട ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും വാണിവിലാസിനിയിലെ സംഭവ സ്ഥലത്തും എത്തിച്ചാണ് പോലീസ് തെളിവുകൾ ശേഖരിച്ചത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ 2:30 ചുനങ്ങാട് വാണിവിലാസിനിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന് നേരെ പെട്രോൾ ബോംബേറ് ഉണ്ടായത്. വീട് നിർമ്മാണത്തിനെത്തിയ 2 തൊഴിലാളികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവത്തിൽ പിടിയിലായ 34-കാരൻ മനയങ്കത്ത് നീരജുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. തൊഴിലാളികൾ തന്നെ കളിയാക്കുന്നു എന്ന് ധരിച്ചാണ് നീരജ് ആക്രമണത്തിന് മുതിർന്നതെന്ന് പോലീസ് പറഞ്ഞു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന് മുന്നിൽ 6 തൊഴിലാളികളാണ് കിടന്നുറങ്ങിയിരുന്നത്. ഇവർക്കു നേരെയായിരുന്നു പെട്രോൾ ബോംബ് ആക്രമണം. ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ ശ്രമിച്ച തൊഴിലാളികളായ ജിതിനും ബാലനും നേരെ പ്രതി കത്തിവീശി കുതറി ഓടിയതിനാൽ ഇവർ 2 പേരും രക്ഷപ്പെട്ടു. ആക്രമണം നടത്തിയ ശേഷം പ്രതി നീരജ് തന്റെ ബൈക്കെടുത്ത് കയ്യിലുണ്ടായിരുന്ന കത്തി സമീപത്തെ വളപ്പിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ബൈക്ക് നിർത്തിയിട്ട് കൊച്ചിയിലേക്ക് തീവണ്ടി കയറി. കൊച്ചിയിലുള്ള സുഹൃത്തുക്കളെ ബന്ധപ്പെടാനാകാതെ വന്നപ്പോൾ അവിടെ നിന്നും കോയമ്പത്തൂർ പോത്തന്നൂരിൽ എത്തുകയായിരുന്നു. ഇതിനിടെ ഒറ്റപ്പാലം പോലീസ് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. പ്രതിയുടെ സുഹൃത്തുവലയങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പോത്തന്നൂരിൽ എത്തിയ അന്വേഷണ സംഘമാണ് നീരജിനെ കസ്റ്റഡിയിലെടുത്തത്. അക്രമത്തിന് ഉപയോഗിച്ച കത്തിയും രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ കവിതയുടെ കാർണിവൽ ജനുവരി 17, 18, 19 തീയതികളായി ക്യാമ്പസിൽ വെച്ച് നടക്കും. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഇടം പിടിക്കാതെ പോയ സാംസ്കാരിക സ്വത്വങ്ങളെ ചർച്ചയ്ക്കും സംവാദത്തിനും വിധേയമാക്കുകയാണ് ലക്ഷ്യമെന്ന് സംഘാടകർ പാലക്കാട്ട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉദ്ഘാടനവേളയിൽ കവി സച്ചിദാനന്ദനെ ആദരിക്കും. അകം ഏകം അനേകം എന്ന പ്രമേയത്തിൽ പട്ടാമ്പി സംസ്കൃത കോളേജ് സംഘടിപ്പിക്കുന്ന കവിതയുടെ കാർണിവൽ ജനുവരി 17, 18, 19 തീയതികളായി ക്യാമ്പസിൽ വെച്ച് നടക്കും. കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഇടം പിടിക്കാതെ പോയ സാംസ്കാരിക സ്വത്വങ്ങളെ ചർച്ചയ്ക്കും സംവാദത്തിനും വിധേയമാക്കുകയാണ് ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. സ്ത്രീ വിമോചകർ, ദളിത് ആക്ടിവിസ്റ്റുകൾ, പാരമ്പര്യ കലാ അവതാരകർ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ കവിതാ കാർണിവലിൻ്റെ ഭാഗമാവും. ഭാഷ, സൗന്ദര്യശാസ്ത്രം, സാഹിത്യം, കല എന്നിവ രൂപപ്പെടുന്ന വേദികളിൽ തദ്ദേശവും അസ്പർശവുമായി മാറ്റി നിർത്തപ്പെട്ടവയും കഴിഞ്ഞ ഫ്രണ്ട്ഷിപ്പ്, സംഭവവികാസങ്ങൾ, കവിതയിലെ സ്വാധീനം എന്നിവ വിശകലനത്തിന് വിധേയമാവും. ഉദ്ഘാടനവേളയിൽ കവി സച്ചിദാനന്ദനെ ആദരിക്കും. മലയാളനാട് കാർണിവൽ പുരസ്കാരം വെയിലും നിഴലും മറ്റു കവിതകളുമെന്ന കവിതാ സമാഹാര രചയിതാവ് സുജീഷിന് നൽകും. 2500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കവിതാ കാർണിവലിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കവികൾ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ഈ മനുഷ്യ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു 2 സെഷനുകൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡിസേബിൾഡ് ആയ ആളുകളുടെ മേഖലയിൽ, കലാമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നപ്പോൾ ഉദാഹരണമായിട്ട് സെറിബ്രൽ പാൾസിയൊക്കെ ഉണ്ടായിരുന്ന സംവിധായകൻ, ഇപ്പോൾ അദ്ദേഹം കളം അറ്റ് 24 എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ സംവിധാനം ചെയ്യേണ്ടത്, അദ്ദേഹമായിട്ട് സമാപന സംഭാഷണം നടത്തുന്ന രാകേഷ് കൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഡിസേബിൾഡ് ആയ വ്യക്തിയാണ്. ഈ കാർണിവൽ ഉദ്ഘാടനം ചെയ്യുന്നത് പൊറാട്ട് കലാകാരനായിട്ടുള്ള മണ്ണൂർ ചന്ദ്രനാണ്. നമ്മുടെ പാലക്കാട് ജില്ലയിലെ തന്നെ ഒരു കലാരൂപമാണ്. അപ്പോൾ ജാതിക്കെതിരായ വലിയ വിമർശനം ഉന്നയിക്കുന്ന പൊറാട്ടിലെ ഒരു പാട്ടിന്റെ ഭാഗം അവതരിപ്പിച്ചുകൊണ്ടാണ് കാർണിവൽ ഉദ്ഘാടനം ചെയ്യുന്നത്. പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ HK സന്തോഷ്, കൺവീനർ MR അനിൽകുമാർ, കവി PP രാമേന്ദ്രൻ, PL ലതിക, സതീശൻ പുതുമന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മൈനർ പാലത്തിന് 14ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ജനുവരി 22-ന് സ്നേഹസംഗമം സംഘടിപ്പിക്കും. സംഘാടകർ മായന്നൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് കാര്യം അറിയിച്ചത്. പാലത്തിനു സമീപം പ്രത്യേകം തയ്യാറാക്കിയ നാരായണ സ്ക്വയറിൽ വൈകിട്ട് 5 മണിക്ക് K രാധാകൃഷ്ണൻ MP, MLA UR പ്രദീപ്, ഒറ്റപ്പാലം MLA K പ്രേംകുമാർ, സിനിമാ സംവിധായകൻ അനിൽ രാധാകൃഷ്ണൻ, മറ്റു രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്ത് സംസാരിക്കും.
തുടർന്ന് മ്യൂസിക്കൽ ഷോ, മ്യൂസിക്കൽ ഇവന്റ്, വിവിധ വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങ് എന്നിവ ഉണ്ടാകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ ചെയർമാൻ അമ്പിളി പുഴയോരം, കൺവീനർ പി പ്രശാന്തി, ട്രഷറർ ടി മോഹനൻ, കെ ഷീന, ആർ വിശ്വനാഥൻ, ടി ഗോകുലൻ, കൊച്ചുകുട്ടൻ, കെ ജയപ്രകാശ് എന്നിവർ പറഞ്ഞു. 2011 ജനുവരി 22-ന് 14ാമത് വാർഷികമാണ് ജനുവരി 22-ന് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 22-നും സംയുക്തമായി പാലത്തിൻ്റെ വാർഷികാഘോഷം നടത്തുകയുണ്ടായി. വാർഷികാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ആലത്തൂരിൻ്റെ എംപിയും മായന്നൂർ പാലത്തിൻ്റെ ശില്പിയുമായ സഖാവ് കെ രാധാകൃഷ്ണനാണ്. അതുപോലെ തന്നെ അതിൽ പങ്കുചേരുന്നത് നമ്മുടെ ചേലക്കര നിയോജക മണ്ഡലം MLA ആയിട്ടുള്ള ശ്രീ UR പ്രദീപ്, അതുപോലെ തന്നെ ഒറ്റപ്പാലം മുൻ MLA M ഹംസ, അതുപോലെ ഒറ്റപ്പാലത്തെ നിലവിലെ MLA ആയിട്ടുള്ള ശ്രീ പ്രേംകുമാർ, അതുപോലെ ചലച്ചിത്ര സംവിധായക രംഗത്ത് പ്രവർത്തിക്കുന്ന അനിൽ രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയവർ അണിനിരക്കുന്ന ചടങ്ങിൽ കലാപരിപാടികളോടുകൂടി പരിപാടി വളരെ വിപുലമായി നടത്താൻ വേണ്ടി സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പൂക്കാലത്തിന്റെ വസന്തമൊരുക്കി മലമ്പുഴയിലെ പുഷ്പമേളയ്ക്ക് ജനുവരി 16-ന് തുടക്കമാകും. കേരളത്തിന് അകത്തും പുറത്തുനിന്നുമുള്ള ഹൈബ്രിഡ് ഉൾപ്പെടെ 1.5 ലക്ഷത്തോളം ഇനങ്ങളാണ് പുഷ്പമേളയ്ക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ജനുവരി 22-ന് പുഷ്പമേള സമാപിക്കും. ജലസേചന വകുപ്പും DTPCയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുഷ്പമേളയ്ക്ക് കഴിഞ്ഞ വർഷം വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. സന്ദർശകരെ ഉൾക്കൊള്ളുവാനും പുഷ്പമേള വർണ്ണാഭമാക്കാനുമുള്ള ശ്രമങ്ങൾ അധികൃതർ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ആഫ്രിക്കൻ, ഫ്രഞ്ച് മേരിഗോൾഡ്, വിവിധയിനം ചെണ്ടുമല്ലികൾ, റോസുകൾ, ബോഗൺവില്ല, ഡാലിയ, സാലിയ, ആസ്റ്റർ വിൽഗുൾപ്പെടെ പുഷ്പങ്ങളുടെ വൈവിധ്യങ്ങളാണ് മേളയിൽ ഇടം പിടിക്കുന്നത്. പുല്ല്, കമ്പി, പാഴ്വസ്തുക്കൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയുടെ രൂപങ്ങൾ വേറിട്ട നയനാനുഭൂതിയാണ്. തോണിയും തോണിക്കകത്തെ ആമ്പൽപ്പൂവും സന്ദർശകരെ സ്വീകരിക്കും. പാലക്കാടിൻ്റെയും കേരളത്തിൻ്റെയും പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്നതും പുഷ്പമേളയുടെ പ്രത്യേകതയാണ്. പുഷ്പമേളയിലൂടെ കഴിഞ്ഞ വർഷം ലഭിച്ച 50 ലക്ഷം രൂപയുടെ കളക്ഷൻ ഇക്കുറി മറികടക്കുമെന്നാണ് അധികൃതരുടെ പ്രത്യാശ. ജനുവരി 16-ന് ആരംഭിക്കുന്ന പുഷ്പമേള ജനുവരി 22-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSSന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലിയും സാമൂഹ്യ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊരു ലഹരി വിരുദ്ധ പ്രചരണത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഈ സമൂഹം ഇന്ന് ഒരു പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി പൈസ എത്രയും സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പൈസ മറ്റ് രീതികളിൽ പോവാതിരിക്കാൻ ഇങ്ങനെയുള്ള ബോധവൽക്കരണം അത്യാവശ്യമാണ്. കൂടാതെ വീടുകളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഈ മറ്റ് കുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹം മറ്റ് പ്രവർത്തികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു കുഴപ്പമാണ്. അത് ഈ ലഹരി കൊണ്ടുണ്ടാവുന്ന ആപത്തുകൾ സമൂഹത്തിൽ വീടുകൾ ഒറ്റപ്പെടുന്നുണ്ട്, മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്കൂൾ മുറ്റത്തു നിന്നും ആരംഭിച്ച റാലി ഷൊർണൂർ ടൗണിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ, വിവിധ കലാപരിപാടികൾ എന്നിവയിലൂടെ സാമൂഹിക ബോധവൽക്കരണം നടത്തി. ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് കൗൺസിലർ പ്രവീൺ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ അസീന അഷറഫ്, സെന്റ് തെരേസ് പ്രിൻസിപ്പൽ സിമി, അലി, NSS പ്രോഗ്രാം ഓഫീസർ അൽഫോൺസ് സെബാസ്റ്റ്യൻ, അധ്യാപകരായ ജിഷ, അശ്വതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ KSMA പട്ടാമ്പി മേഖലാ സമ്മേളനവും കുടുംബസംഗമവും വാടനാംകുറിശ്ശിയിൽ നടന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്തു. സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരുന്നു. കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ KSMA പട്ടാമ്പി മേഖലാ സമ്മേളനവും കുടുംബസംഗമവും വാടനാംകുറിശ്ശി MTS കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
പുനരുപയോഗം ഏത് രൂപത്തിലാവണമെന്ന് വ്യക്തമായ ധാരണയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവോ ഇല്ലാതെ ഇരുന്ന ഒരു സാഹചര്യത്തിലാണ് കേരള സ്ക്രാപ്പ് മർച്ചൻ്റ് അസോസിയേഷൻ രൂപീകൃതമാവുകയും അതിന് വ്യക്തമായ ഒരു ദിശാബോധവും അത് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുക എങ്ങനെയാണെന്ന് നമ്മുടെ സമൂഹത്തിനും അതോടൊപ്പം അത് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ഒരു സംവിധാനവും അതിൽ കൂടി നല്ല ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ പട്ടാമ്പി മേഖലയിൽ നിന്ന് രൂപം കൊണ്ടത് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് മുഹിനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആസിഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുത്തുമൗലവി സംഘടനാ വിശദീകരണം നടത്തി. മൊയ്തു പോക്കുപടി മുഖ്യപ്രഭാഷണം നടത്തി. കെ ഷാജു ആരോഗ്യ ബോധവൽക്കരണവും ഷാജാൻ ഹാജി മെമ്പർഷിപ്പ് വിതരണവും അർജുൻ വിനായക് ID കാർഡ് വിതരണവും നടത്തി. നാസർ കൊണ്ടൂർക്കര റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആലിക്കുട്ടി ഹാജി, റഷീദ്, ഷംസു, അസീസ്, സുജീഷ്, നിസാറ് തുടങ്ങിയവർ സംസാരിച്ചു. അലിമോൻ സ്വാഗതവും ഏന്ത്യൻകുട്ടി ഹാജി നന്ദിയും പറഞ്ഞു. നേരത്തെ സമ്മേളനത്തിന്റെ ഭാഗമായി KT അലി ഹാജി പതാക ഉയർത്തി. വൈകിട്ട് കുടുംബസംഗമവും സംഘടിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി രാവിലെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്തിലെ പാലിയേറ്റീവ് അംഗങ്ങൾക്കായി ഏകദിന ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. രാവിലെ മണ്ണൂരിൽ നിന്നും പുറപ്പെട്ട സംഘത്തിന് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും കുടുംബാരോഗ്യ വകുപ്പും ചേർന്ന് യാത്രയപ്പ് നൽകി. പാലിയേറ്റീവ് അംഗങ്ങളും കൂട്ടിരിപ്പുകാരും ആരോഗ്യവകുപ്പും ജനപ്രതിനിധികളുമടക്കം 70ഓളം പേർ യാത്രയിൽ പങ്കെടുത്തു. നെല്ലിയാമ്പതിയിലേക്കാണ് ഉല്ലാസയാത്ര നടത്തിയത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്തിന്റെ തീരുമാനിച്ചിരിക്കുകയാണ്. നെല്ലിയാമ്പതിയിലേക്കാണ് ഉല്ലാസയാത്ര തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെന്താ പറഞ്ഞാൽ പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ കിടപ്പ് രോഗികൾക്ക് വളരെയധികം പരിചരണവും അതുപോലെ തന്നെ അവർക്ക് സ്നേഹ സാന്ത്വനവും നമുക്ക് ഈ പാലിയേറ്റീവിൽ നൽകാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളും അതിൻ്റെ മുന്നത്തെ വർഷവും എല്ലാം തന്നെ ഇതുപോലെ ഉല്ലാസയാത്ര കൊണ്ടുപോയിട്ടുണ്ടായി. അപ്പോൾ ഈ വർഷവും നമ്മുടെ ഈ ഭരണസമിതിയുടെ അവസാനത്തെ ഒരു ഉല്ലാസയാത്രയാണ്. എന്തായാലും ഇനി അടുത്ത വർഷം പുതിയ ഭരണസമിതി വന്ന് ആ പുതിയ ഭരണസമിതിയാണ് ഇനി കൊണ്ടുപോവുക. എന്തായാലും ഈ നമ്മൾ ഈ ഉല്ലാസയാത്രയ്ക്ക് കുറേ ആളുകളുടെ സ്പോൺസർഷിപ്പോടു കൂടിയാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. നമുക്ക് പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ PMC എന്നതിൽ നമുക്കായ കുറച്ച് ഫണ്ടാണുള്ളത്. അപ്പോൾ എന്തായാലും കുറേ ആളുകൾ സഹകരിച്ചുകൊണ്ടാണ് നമുക്കത് ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. എന്തായാലും വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബീബ്, ഡോക്ടർ ലസിത, പഞ്ചായത്ത് അംഗങ്ങളായ PC സുമ, AK ജയശ്രീ, ഹുസൈൻ ഷഫീഖ്, VM അൻവർ സാദിഖ്, സുജിത് കുമാർ, ഷഫീന നജീബ്, സുനിത, സരിത, ഹെൽത്ത് ഇൻസ്പെക്ടർ ശർമ്മ, പഞ്ചായത്ത് അംഗം റജുല ടീച്ചർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ആശാവർക്കർമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. അപകടത്തുരുത്തായി കോട്ടായി അയ്യങ്കുളം വാവുള്ളിയിൽ റോഡ്. അടുത്ത കാലത്തായി വാഹനാപകടങ്ങളിൽ നിരവധി ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത്. അടിയന്തര നടപടികൾ വേണമെന്ന് കോട്ടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മോഹൻകുമാർ ആവശ്യപ്പെട്ടു. പാലക്കാട് പൂടൂർ കോട്ടായി റൂട്ടിൽ ഓടന്നൂർ അയ്യംകുളം വാവുള്ളിയൽ വരെ നേർ റോഡായതിനാൽ ഈ മേഖല അപകടത്തുരുത്തായതായി പരക്കെ ആക്ഷേപമുണ്ട്. അടുത്ത കാലത്തായി വാഹനാപകടങ്ങളിൽ നിരവധി ജീവനുകളാണ് ഇവിടെ നഷ്ടമായത്. കാര്യമായ വളവും തിരിവുമില്ലാത്ത നേർ റോഡായതിനാൽ വാഹനങ്ങൾക്ക് ഈ ഭാഗമെത്തിയാൽ അതിവേഗതയാണെന്ന് മുമ്പേ ആക്ഷേപമുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിലായി 2 പേർ ഇവിടെ വാഹനാപകടത്തിൽ മരിച്ചു. അയ്യംകുളം മുതൽ വാവുള്ളിയാൽ വരെ പൊതുവെ റോഡ് വീതി കുറവാണ്. തെരുവ് വിളക്കുമില്ല. നിരന്തരം അപകടം നടന്നിട്ടും റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ബന്ധപ്പെട്ടവർ ഇതുവരെയും ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നും പനയമ്പാടം പോലെ കൂട്ടമരണങ്ങളുണ്ടായാലേ ശ്രദ്ധിക്കൂ എന്നതാണ് അവസ്ഥയെന്നും പൊതുമരാമത്ത് വകുപ്പും ഗതാഗത വകുപ്പും അടിയന്തരമായി ഇവിടെ വാഹനാപകടം കുറയ്ക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കോട്ടായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K. മോഹൻകുമാർ ആവശ്യപ്പെട്ടു. വാവുളിയാൽ വരെ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ മരണപ്പെട്ട ആളുകളുടെ എണ്ണം 10-ൽ കൂടുതലാണ്. അതിൽ കൂടുതൽ ആളുകളാണ് അപകടത്തിൽപ്പെട്ട് പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ആളുകൾ. നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽ ഈ റോഡിന്റെ വിഷയപ്പെടുത്തിയിട്ടും ഇന്ന് വരെ യാതൊരു നടപടിയും എടുത്തില്ല. കഴിഞ്ഞ ഈ വർഷം തന്നെ, ഇപ്പോൾ ഈ ജനുവരി തുടങ്ങിയ ശേഷം തന്നെ 2 പേർ, ഒരു അഹമ്മദ് കുട്ടി എന്ന ആളും അതുപോലെ തന്നെ സുലൈമാൻ എന്ന ആളും 2 പേരും അവിടെ നടക്കുന്ന അപകടത്തിൽ കൊല്ലപ്പെട്ടു. നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ചെയ്യാത്ത കാര്യങ്ങൾ സത്വര നടപടിയെടുത്ത് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ പനയമ്പാടത്ത് സംഭവിച്ച പോലുള്ള ഒരു കൂട്ടമരണം ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപകട മേഖലാ ബോർഡുകൾ സ്ഥാപിക്കുക, രാത്രികാല റിഫ്ലക്ഷനുകൾ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളും
സർക്കാർ നടപ്പാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര ഉത്സവത്തിന് കൊടിയേറി. ആഘോഷ പരിപാടികൾ ജനുവരി 21 സമാപിക്കും. രാത്രി 8 തന്ത്രിമാരായ ബ്രഹ്മശ്രീ ശ്രീധരൻ ചുമരത്തുമന ദിവാകരൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറെടുത്തുമന ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. ചടങ്ങിൽ ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, ജീവനക്കാർ, നിരവധി ഭക്തജനങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഉത്സവ കലാസമിതിയുടെ ഉദ്ഘാടനം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ വേണുഗോപാലൻ മാസ്റ്റർ നിർവഹിച്ചു. തുടർന്ന് പട്ടാമ്പിയിലെ ജനകീയ ഡോക്ടറായ രേഖയുടെ മോഹിനിയാട്ടവും അരങ്ങേറി. നിരവധി ആസ്വാദകർക്ക് നവ്യാനുഭൂതിയായി മോഹിനിയാട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വൈകുന്നേ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യണിൽ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. പട്ടാമ്പി ശ്രീശങ്കര നൃത്ത തപോവനത്തിന്റെ നേതൃത്വത്തിലുള്ള നൃത്തനൃത്യങ്ങളും ഉണ്ടായിരുന്നു. രാവിലെ ബ്രാഹ്മണ സമാരാധന, പ്രസാദഊട്ട് എന്നിവയുമുണ്ടായിരുന്നു. ഈ മാസം 21 ഉത്സവാഘോഷം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ചെറുമുണ്ടശ്ശേരി 10ാം വാർഡിൽ ഉൾപ്പെട്ട ആശുപത്രിപ്പടി പണ്ടാരത്തൊടി റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ റോഡ് ഉദ്ഘാടനം ചെയ്തു. രണ്ട് സൈഡ് കൂട്ടിമുട്ടിച്ച് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഇടപെടൽ തന്നെയാണ് അതിന്റെ കാരണം. അത് പ്രദേശവാസികളുടെ, അത് അതിനോട് ആവശ്യമുള്ള ആൾക്കാർ. ഇപ്പൊ ഇവിടെ അമ്പലപ്പാറ ആശുപത്രി പണ്ടാരത്തൊടി റോഡ് എന്ന് പറയുമ്പോൾ ഇനി കുറച്ച് ദൂരം കൂടി ഇപ്പൊ വന്ന ഉടനെ പറഞ്ഞു ഇത്രയും ഫണ്ട് കുറച്ചുകൂടി ഫണ്ട് കിട്ടുകയാണെന്ന് വെച്ചാൽ അത് നമുക്ക് പൂർത്തീകരിക്കാമെന്ന് വേണു പറയാണ്ട. ഇത് നമ്മൾ നോക്കട്ടെ, നമുക്ക് നമ്മുടെ ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച്. നേരെ മറിച്ച് ഈ റോഡ് ഇപ്പോൾ ആൾക്കാർക്ക് മാത്രമല്ല, ഇപ്പൊ ഇവിടെ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചു, ഹോസ്പിറ്റലിൽ തന്നെ ഇവിടെ ഒരു വഴി വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് അവിടേക്ക് അടക്കം സൗകര്യം ഉണ്ടാവും. നമ്മുടെ നാടിന്റെ വികസനം പറഞ്ഞാൽ പറയാതിരിക്കാൻ കഴിയില്ല. ഒട്ടനവധി പ്രവർത്തനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ ഇപ്പോൾ 4 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ 4 വർഷക്കാലത്തിനിടയ്ക്ക് ചെയ്തതായ ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ട്. വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി മുഹമ്മദ് കാസിം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഒറ്റപ്പാലം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. എ സാദിഖ് നന്ദി പറഞ്ഞു. പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും 2,30,000 രൂപ ചിലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. മാരകമയക്കുമരുന്നുമായി 3 ഓങ്ങല്ലൂർ സ്വദേശികൾ തൃത്താല എക്സൈസിന്റെ പിടിയിൽ. 4.459 ഗ്രാം മെത്താഫിറ്റുമനുമായി മൂവരും പിടിയിലാത്ത ഞാങ്ങാട്ടിരി കാക്കരാത്തുപടി കമ്പനിപ്പടിയിൽ എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നും ആരാണ് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയതെന്നും അന്വേഷിച്ചു വരികയാണെന്ന് എക്സൈസ് അധികൃതർ. ഒറ്റപ്പാലത്തെ പെട്രോൾ ബോംബ് ആക്രമണം നടത്തി തൊഴിലാളികളെ പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയുമായി ഒറ്റപ്പാലം പോലീസ് തെളിവെടുപ്പ് നടത്തി. റഷ്യൻ പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട പരാതിയിൽ കൊടകര പോലീസ് കേസെടുത്തു. NFSA ഗോഡൌൺ തൊഴിലാളികളുടെ ശമ്പളം അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CATU ആവശ്യമുന്നയിച്ച് പാലക്കാട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ റീജിയണൽ ഓഫീസിലേക്ക് തൊഴിലാളികളുടെ പ്രതിഷേധ മാർച്ച്. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് യൂണിയൻ നേതാക്കൾ. പൂക്കാലത്തിന്റെ വസന്തമൊരുക്കി മലമ്പുഴയിലെ പുഷ്പമേളയ്ക്ക് ജനുവരി 16 തുടക്കമാകും. പുഷ്പമേളയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള ഹൈബ്രിഡ് ഉൾപ്പെടെ 1.5 ലക്ഷത്തോളം ഇനങ്ങൾ. മേള സമാപിക്കുക ജനുവരി 22. മായന്നൂർ പാലത്തിന് 14ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ജനുവരി 22 സ്നേഹസംഗമം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ.
പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിന് ജനുവരി 17-ന് തുടക്കമാകും. ഇത്തവണ കവിതയുടെ കാർണിവൽ സംഘടിപ്പിക്കുന്നത് 3 ദിവസങ്ങളായി. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഇടം പിടിക്കാതെ പോയ സാംസ്കാരിക സത്വങ്ങളെക്കുറിച്ച് ചർച്ചയ്ക്കും സംവാദത്തിനും വിധേയമാക്കുകയാണ് ഇത്തവണത്തെ കാർണിവൽ ലക്ഷ്യമെന്ന് സംഘാടകർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.